നമ്മളെല്ലാവരും കുളിക്കുക എന്നുള്ള ശീലമുള്ളവരാണ് ഇല്ലേ? ദിവസവും കുളിക്കുന്ന ആളുകൾ, അല്ലെ 2 ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന ആളുകൾ, അല്ലെ ആഴ്ചയിൽ കുളിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ സമയങ്ങൾ കുളിക്കാൻ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഈ കുളിക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ കൊണ്ട് നമ്മളൊന്ന് റീഫ്രഷ് ആവുകയും നമുക്കൊന്ന് ഒരു ഉന്മേഷം വരികയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിലുള്ള കുളി നമ്മുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തുകയും ശരീരത്തിന് അപകടമുണ്ടാക്കുകയും ഒരുപക്ഷെ മരണത്തിലേക്ക് പോലും കൊണ്ടെത്തിക്കുകയും ചെയ്തേക്കാമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന ചില ഡേഞ്ചറായ സമയങ്ങളുണ്ട്. ആ സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന്. ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. കാരണം നമ്മളോ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അത്തരത്തിൽ കുളി ശീലമാക്കിയവരാണ് എങ്കിൽ അത് ഒഴിവാക്കാൻ അവരോട് പറയണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ട് നോക്കാം. മുഖസൗന്ദര്യം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവൂലല്ലേ? നമ്മളുടെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്നമായി നിൽക്കണം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ കലകളോ പാടുകളോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്, ബേജാറാകാറുണ്ട്, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്. എന്നാൽ മുഖസൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു കുളിയെപ്പറ്റി, ഒരു സമയത്തെ കുളിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതാണ്, മുഖത്തിന് പ്രഭ അധികരിക്കുകയും മുഖം പ്രസന്നമാകുകയും ചെയ്യുന്നതാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഒരു സമയം. ആ സമയത്തെ കുളി നമ്മൾ ശീലമാക്കണം. ഏതാണ് ആ സമയം എന്നും ഏതൊക്കെ സമയങ്ങളിലാണ് കുളിക്കാൻ പാടില്ലാത്തത് എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. നമ്മളുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സംഗതിയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുപോയ അപാകതകൾ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നിത്യമായി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവർ, പ്രത്യേകമായി എൻ്റെ വാട്സപ്പിൽ പ്രത്യേക പേഴ്സണൽ മെസ്സേജ് അയച്ചുകൊണ്ട് ഉസ്താദ് ഇന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർ ഒരുപാട് ആളുകൾക്ക് റീപ്ലൈ തരാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് മറന്നുപോയത് കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടാണ് എന്ന് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഒരുമിച്ചുകൂടൽ, ഈ ഒരു സംഗമം അവൻ പൊരുത്തപ്പെടുന്ന സംഗമമായി കബൂലാക്കട്ടെ. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ദീനിൻ്റെ പേരിലാണ്, ഇൽമാണ് നമ്മൾ ഈ പറയുന്നത്, അറിവുകളാണ് മഹാന്മാർ പഠിപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇൽമിൻ്റെ അഹ്ലുകാരെ ഒരുമിച്ച് കൂട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മയും ചേർത്ത് തരട്ടെ. ഇന്നത്തെ ഒരു അറിവ് ഞാൻ പങ്കുവെച്ച് തരട്ടെ. അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കുളിക്കുക എന്നുള്ളൊരു ശീലമുള്ള ആളുകളാണ് ഇല്ലേ? ചില ആളുകൾ തല കഴുകിയില്ലെങ്കിലും ശരീരം മേല് കഴുകുക എന്നുള്ളൊരു പ്രക്രിയ മേല് കഴുകുക എന്നുള്ളൊരു പ്രക്രിയ എല്ലാ ദിവസവും ചെയ്യും അല്ലേ? കാരണം നമുക്കൊരു ഉന്മേഷം വരണമെങ്കിൽ, ഒരു ഊർജ്ജം വരണമെങ്കിൽ ഒന്ന് കുളിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തെ ഒന്ന് ഉന്മേഷമാക്കാനും ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കുളി എന്നുള്ളത്. കുളിയിലൂടെ വുദൂഇലൂടെയൊക്കെ നമുക്ക്, അതായത് 5 നേരം നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് വുദൂ ചെയ്യുക എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തന്നതിൻ്റെ പൊരുൾ അതുകൊണ്ടാണ്. നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് വുദൂ ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേക അവയവങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉന്മേഷമായിട്ട് വന്ന് ആ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ഒരു ഉന്മേഷം ആ നിസ്കാരത്തിൽ ഉണ്ടാവും അല്ലേ? അല്ലാതെ ഉറക്കച്ചടവോട് കൂടി എഴുന്നേറ്റ് അങ്ങനെ വന്നുകൊണ്ട് കൈ കെട്ടിയാൽ ആ ഉറക്കത്തിലായിരിക്കും ആ നിസ്കാരം മുഴുവൻ, ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നിസ്കാരങ്ങൾക്ക് മുമ്പും എന്ത് ചെയ്യാം, ഒന്ന് വുദൂ ചെയ്യൽ. ഇനി വുദൂ ഉള്ള ആളാണെങ്കിൽ പോലും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്തുണ്ട്, തജ്ദീദുൽ വുദൂ ഒന്ന് പുതുക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ വുദൂ ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും വുദൂ ചെയ്യണം. എന്നാൽ വുദൂ ഉള്ള ആളുകളോ, അവർക്കും സുന്നത്താണെന്ത്, നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് വുദൂ പുതുക്കുക എന്നുള്ളത്, ഒന്നുകൂടെ വുദൂ ചെയ്യുക എന്നുള്ളത്. കാരണം എന്തേ, ആ വുദൂ ചെയ്യലോട് കൂടിയിട്ട് ശരീരം ഒന്ന് ഉന്മേഷമാകും, ഒന്ന് റീഫ്രഷ് ആകും. എന്നിട്ട് വേണം നിസ്കാരത്തിലേക്ക് നിൽക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ റീഫ്രഷ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കുളിക്കുക എന്നുള്ളത്. ശരീരം മുഴുവൻ എന്ത് ചെയ്യുക, വെള്ളമൊഴിച്ച് കഴുകി കുളിക്കുക എന്നുള്ളത്, ശരീരം തേച്ചൊഴിച്ച് ശരീരത്തിലെ അഴുക്കുകളൊക്കെ കളഞ്ഞിട്ട് കുളിക്കുക എന്നുള്ളത് നമ്മളൊന്ന് റീഫ്രഷ് ആക്കാൻ, ഒരു ഉന്മേഷമാക്കാൻ, നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടാനുള്ള കാരണമായി തീരും. എന്നാൽ ചില സമയങ്ങളിലെ കുളി വലിയ ഡേഞ്ചറാണ്. ശരീരത്തിന് ഉപകാരം ഉണ്ടാക്കുന്ന ഈ കുളി ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഡേഞ്ചറാവും. അതിലേറ്റവും പ്രധാനമായി മഹത്തുക്കൾ എടുത്തു പറഞ്ഞ 3 സമയങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ആ സമയത്ത് ഒരു കാരണവശാലും കുളിക്കാതിരിക്കുക. കാരണം അതിനുള്ള എന്താണ് ഭവിഷ്യത്ത് എന്നൂടെ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ സമയം പറയുന്നത് അല്ലാ യഗ്തസില നിസ്ഫൻ നഹാർ. ഈ നട്ടുച്ച സമയമുണ്ടല്ലോ, നട്ടുച്ച സമയം, ആ സമയത്ത് കുളിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ട സംഗതിയാണ്. ആ സമയത്തുള്ള കുളി നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ, ശരീരത്തിന് ഉന്മേഷക്കുറവ് വരുത്തും എന്നതിനപ്പുറം ശരീരത്തിന് വലിയ രോഗമുണ്ടാക്കാൻ കാരണമായി തീരും. ആ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ശരീരം
കഴുകിയെടുക്കുക എന്നുള്ളത് അത് ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കാനും ശരീരത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കുക, അത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുക എന്നല്ല, ആ സമയത്ത് കുളി ശീലമാക്കിയ ആളുകൾ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ആ സമയത്തേ കുളിക്കുകയുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ആ ശരീരത്തിന് ഡേഞ്ചറാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, രോഗം വരുത്താൻ കാരണമായി തീരും. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള കുളി ശീലമാക്കിയവരാണെങ്കിൽ ഒഴിവാക്കുക. ഇനി വല്ലപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് കുളിക്കേണ്ട ആവശ്യം വന്നു, അപ്പോൾ പെട്ടെന്ന് കുളിച്ചു, അതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് ശീലമാക്കിയ ആളുകൾ. രണ്ടാമത്തെ സമയം പറയുന്നത് എപ്പോഴാണ്? വൈക്രഹു അയ്യസില ഖുബൈലൽ മഗ്രിബി, മഗ്രിബിന് തൊട്ട് മുമ്പ് കുളിക്കുക. അസറൊക്കെ കഴിഞ്ഞു മഗ്രിബിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക? കുളിക്കുക. ആ സമയം വളരെ ഡേഞ്ചർ പിടിച്ച സമയമാണ്. ആ സമയത്തും കുളി ഒഴിവാക്കലാണ് ഏറ്റവും ബെറ്റർ എന്ന്. അതും ശീലമാക്കുന്ന ആളുകൾക്കാണ്. എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കുളിക്കേണ്ട ആവശ്യം വന്നു, ഒന്നീ ആ സമയത്ത് ജനാപത്തുകാരനായാൽ ജനാപത്തുകാരിയെ, അല്ലെങ്കിൽ ആ സമയത്ത് ഹൈല് മുറിഞ്ഞു, അവർക്ക് എന്ത് ചെയ്യും, ഹൈല് നിന്നു, എന്നാക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് കുളിക്കാം, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. മറിച്ച് ശീലമാക്കിയ ആളുകളാണെങ്കിൽ ആ സമയം ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ പറഞ്ഞ വബഅദൽ മഗ്രിബി വൈനൽ ഇശായ്, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയം, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയത്ത് കുളി ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്തേ? ആ സമയം നമുക്കറിയാം, ഇശാ മഗ്രിബിനിടയിൽ ഇബ്ലീസ് ശൈത്താന്മാർ ഏറ്റവും കൂടുതൽ വിഹരിക്കുന്ന സമയമാണ്. അവരുടെ ഏറ്റവും കൂടുതൽ അക്രമവും അതുപോലെ അവർ ഏറ്റവും കൂടുതൽ കറങ്ങി നടക്കുന്ന ഒരു സമയമാണ് ഇശാ മഗ്രിബിന്. അതുകൊണ്ടാണ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുട്ടികളെയൊന്നും പുറത്തേക്ക് ഇറക്കരുത് എന്നൊക്കെ പഴമക്കാർ പഠിപ്പിച്ചതിന്റെ കാരണം. അത് പ്രത്യേകിച്ച് ബാത്റൂമുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ഹമ്മാമുകൾ, അത് ഇബ്ലീസുകളുടെ കേന്ദ്രമാണ്, ഇബിലീസുകളുടെ വാസസ്ഥലമാണ് ബാത്റൂമുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് ആ സമയത്ത് പോവുക എന്നുള്ളത്, ആ സമയത്ത് പ്രവേശിക്കുക എന്നുള്ളത് അത് ശീലമാക്കിയ ആളുകളാണ് എങ്കിൽ ആ സമയത്തെ അവരുടെ പിടിയിൽ പെട്ടുപോകാൻ, അവരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാൻ അത് കാരണമായി തീരും. വലിയ മുസീബത്തുകൾ ഉണ്ടാകാൻ, ശൈത്താന്മാരെ കൊണ്ട് രോഗമുണ്ടാകാൻ കാരണമായി തീരും. കേവലം മാനസികമായ പ്രശ്നങ്ങൾ മാത്രമല്ല, പല ബുദ്ധിമുട്ടുകളും ഇബിലീസുകൾ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊക്കെ പെട്ടുപോകാൻ കാരണമായേക്കാം. അതുകൊണ്ട് ആ സമയം ഒഴിവാക്കണം. അപ്പോൾ ഈ 3 പ്രത്യേക സമയങ്ങൾ, ഒന്ന് നട്ടുച്ച സമയം, അതുപോലെ തന്നെ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം, ഇശാ മഗ്രിബിന് ഇടയിലുള്ള സമയം, ഈ സമയങ്ങളിലുള്ള കുളി ആരെങ്കിലും ശീലമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കി ഏറ്റവും നല്ല സമയത്ത് കുളിക്കാം. ഏറ്റവും നല്ല സമയത കുളിക്കാൻ ഏറ്റവും ബെറ്ററായ സമയം സുബഹിക്ക് ശേഷമുള്ള സമയം, അതായത് ഫജ്റിന്റെ സമയത്താണ്. സുബഹിക്ക് മുമ്പോ ശേഷമോ, അതായത് ആ സമയത്ത് കുളിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ആ സമയത്തെ കുളി നമ്മളെ കൂടുതൽ ഉന്മേഷമാക്കാൻ, കാരണം ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. ആ തുടക്ക സമയത്ത് നമ്മൾ നല്ല ഉന്മേഷത്തോടു കൂടി നല്ല കുളിച്ച് നമ്മുടെ ശരീരത്തെ ഒന്ന് റീഫ്രഷ് ആക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ ഇബാദത്തുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നല്ല കുളി, നല്ല സമയത്തുള്ള കുളി നമുക്ക് കുറേ കാര്യങ്ങൾ, ഒന്ന് മഹബ്ബത്തുള്ള, അള്ളാഹുവിൻ്റെ സ്നേഹം ഉണ്ടാക്കാൻ കാരണമായിട്ട്. കാരണം അള്ളാഹുവിന് ശുദ്ധി വലിയ ഇഷ്ടമാണ്, വൃത്തി. അള്ളാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അള്ളാഹു എന്താണ്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ആ ഭംഗി ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ശുദ്ധിയായിരിക്കലിനെ, വൃത്തിയായിരിക്കലിനേക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് മഹബ്ബത്തുൽ മലായിക്ക, മലക്കുകളുടെ മഹബ്ബത്ത് കിട്ടും. കാരണം ശരീരം ശുദ്ധിയോടുകൂടിയുള്ള ആളുകളുടെ അടുക്കലേക്ക് മലക്കുകൾ പ്രവേശിക്കും, അടുത്തു വരും. എന്നാൽ ശരീരം ദുർഗന്ധം വമിക്കുന്നതായാൽ, വിയർപ്പ് നാറുന്നതായാൽ, അങ്ങനെ നമ്മൾ വൃത്തിയില്ലാതെ നടക്കുന്നവരാണെങ്കിൽ മലക്കുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ കാരണമായി തീരും. അപ്പോൾ മഹബ്ബത്തുൽ മലായിക്ക, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകാനും അവരുടെ സ്നേഹം ഉണ്ടാകാനും ദുആ കിട്ടാനൊക്കെ കാരണമായി തീരും. മൂന്നാമത്തെ സംഗതി പറയുന്നത് യുകഫിറു സയ്യിആത്ത്, കുളിക്കലിലൂടെ നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെ ശരീരത്തിലെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുമ്പോൾ ആ വെള്ളത്തിനോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകാൻ കാരണമായി തീരും. നാലാമതായി പഠിപ്പിക്കപ്പെട്ടത് തൈസീറുൽ ഉമൂർ, നമ്മളുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. അതായത് ഈ ഉന്മേഷമുള്ള ശരീരം കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു റാഹത്തായി, സന്തോഷത്തോടെ, നമുക്കൊരു ആവേശത്തോടെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിക്കട്ടെ. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ പ്രഭാത സമയത്തുള്ള, ഫജറിന്റെ സമയത്തുള്ള കുളിയിലൂടെ എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. അതുപോലെ നശാത്തുണ്ടാകും, നമ്മുടെ ശരീരത്തിൽ ഉന്മേഷമുണ്ടാകും. അതുപോലെ ജമീലത്തുൻ, ഈ സുബഹയുടെ സമയത്തുള്ള കുളിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഫജറിന്റെ സമയത്ത് കുളിക്കാൻ അയാളുടെ മുഖം പ്രസന്നമായി തീരും, അയാളുടെ സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമായി തീരും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇനി സൗന്ദര്യം വർദ്ധിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ, നമ്മളുടെ സൗന്ദര്യത്തിന് നിലനിൽപ്പുണ്ടാകണം, സൗന്ദര്യം കെട്ടുപോകാതെ, ശരീരം പെട്ടെന്ന് ചുക്കിച്ചുളുങ്ങാതെ, വാർദ്ധക്യം സംഭവിച്ചു പോകാതെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ ഈ പ്രഭാത സമയത്തുള്ള കുളി പതിവാക്കുക. നോക്കി, അത്തരത്തിൽ പ്രഭാതത്തിൽ കുളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കാനൊരു പ്രസന്നത ഉണ്ടാവും. അപ്പോൾ ജമീലത്ത്, അതായത് സൗന്ദര്യം ഉണ്ടാകാൻ കാരണമായി തീരുന്ന കുളി ഏത് സമയത്തെ കുളിയാണ്? ഫജറിന്റെ സമയത്തുള്ള കുളി. അതുപോലെ തന്നെ ഷർറുൽ ജിന്നി വൽ ഇൻസി വശയാത്തീൻ, ശൈത്താന്മാരുടെ, അതുപോലെ ജിന്നുകളുടെ, അതുപോലെ മനുഷ്യന്മാരുടെ
ഈ ഷെറുകളിൽ നിന്നും അള്ളാഹു സംരക്ഷണം നൽകും. ഏത് തരത്തിലുള്ള ഇബിലീസുകളിൽ നിന്നും അള്ളാഹു കാവൽ നൽകാൻ ആ ഒരു കുളി കൊണ്ട് കാരണമായി തീരും. അതുപോലെ തന്നെ എന്താണ്, ലാ ഐനൻ, കണ്ണേർ ഉണ്ടാവൂല. കണ്ണേറിനെ തൊട്ട് കാവൽ ലഭിക്കും. നമുക്കറിയാം സിഹർ, കണ്ണേർ, അതുപോലത്തെ അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് വലിയ വിപത്തുണ്ടാക്കുന്നതാണ്. കണ്ണേർ നല്ലതുപോലെ കിട്ടിയാൽ അയാൾ ഖബറിലേക്ക് എത്തുന്ന, നല്ലതുപോലെ ഒരാളുടെ കണ്ണ് തട്ടിക്കഴിഞ്ഞാൽ അയാൾ ഖബറിലേക്ക് എത്താൻ കാരണമായി, അതായത് മരിച്ചു പോകാൻ വരെ കാരണമായി തീരുന്ന വലിയ വിപത്താണ് കണ്ണേർ. അപ്പോൾ ഈ ഫജ്റിന്റെ സമയത്തുള്ള കുളി കണ്ണേറിൽ നിന്നും രക്ഷയാണ്, കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടും, സംരക്ഷണമാണ്. അതുപോലെ തന്നെ മുസ്തജാബു ദഅവത്താവും, ദുആക്ക് ഇജാബത്തുള്ള വ്യക്തിയായി അയാൾ മാറും. മഹാന്മാർ ഇതിന്റെ ഗുണം പഠിപ്പിച്ചു തരാണ്. എന്ത്, ഫജ്റിന്റെ സമയത്തുള്ള കുളി പതിവാക്കിയ ആള് മുസ്തജാബു ദഅവത്തിൽപ്പെടും, ദുആക്ക് ഇജാബത്തുള്ള ആൾ. അയാൾ ദുആ എന്നാൽ പെട്ടെന്ന് സ്വീകരിക്കുന്ന വ്യക്തിയായി തീരും. കാരണം ആ സമയത്തുള്ള കുളി ഇബാദത്തുകൾക്ക് വലിയ ഉന്മേഷം നൽകുകയും നല്ലതുപോലെ ഇബാദത്ത് ചെയ്യാനൊക്കെ അവസരം കിട്ടുകയും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ ദുആ ഇറക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഇബാദത്തും ആ ദുആയും ഒക്കെ കബൂലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പിന്നെ ആ സമയം നല്ല തണുത്ത സമയങ്ങളിലൊക്കെ, തണുപ്പ് കാലങ്ങളിലൊക്കെ ആ സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. നല്ല തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുക, അത് ഡേഞ്ചറാണ്. ഒരു ചെറിയ ആ ഒരു തണുപ്പ് വിട്ടുമാറുന്ന രൂപത്തിലുള്ള ചെറിയൊരു ചൂടാക്കിയിട്ട് കുളിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. നല്ല ചൂടുവെള്ളം എടുത്തിട്ട് തലയിലേക്ക് കഴുകുക, തല ഒഴിക്കുക, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, നമുക്ക് വലിയ രോഗം ഉണ്ടാക്കാൻ കാരണമായി തീരും. ആ തണുപ്പൊന്ന് വിടുന്ന ഏറ്റവും നല്ലത്, എപ്പോഴും കുളിക്കാൻ നല്ലത് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ കുളിക്കലാണ്. നല്ല പച്ചവെള്ളത്തിൽ, സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കുളിക്കലാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിനും, നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ ആ രൂപത്തിലാണ് കുളിപ്പിക്കേണ്ടത്. ഇനി അത് പ്രയാസമുണ്ട് എങ്കിൽ, ആ തണുപ്പും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരല്പം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, കുളിക്കാൻ നല്ല ചൂടാക്കി കുളിക്കാനും പാടില്ല, ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കും. ഇത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ചില ആളുകൾ കരുതിയിട്ടുണ്ട് മയ്യത്തിനെ ചൂടുവെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല. മയ്യത്തിനെ കുളിപ്പിക്കലും ഏറ്റവും അഫ്ളലായത് വെള്ളമാണ് പച്ചവെള്ളം, സാധാ വെള്ളമാണ്. സാധാ വെള്ളം കൊണ്ട് കുളിപ്പിക്കാം. അപ്പം ഇങ്ങനെ അത്തരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ റിഫ്രഷ് ചെയ്യാനും ഉന്മേഷമാക്കാനും സഹായിക്കുന്ന വലിയൊരു ഇബാദത്ത് കൂടിയിട്ടാണ് കുളി എന്നുള്ളത്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, അള്ളാഹു എൻ്റെ ശരീരത്തിലുള്ള നജസുകളെയും മാലിന്യങ്ങളെയും അഴുക്കുകളെയൊക്കെ നീക്കി ശുദ്ധിയാകാൻ, നിന്റെ പൊരുത്തം കിട്ടാൻ, ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് ഞാനിതാ കുളിക്കുന്നു. നല്ല നിയ്യത്തോടു കൂടിയിട്ടാണ് കുളിക്കുന്നത് എങ്കിൽ അവിടെ ഇബാദത്താണത്, ഇബാദത്താണ്, കൂലി കിട്ടും, അയാളുടെ പാപങ്ങൾ പൊറുക്കും, അയാൾക്ക് അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടും, സ്നേഹം കിട്ടും, മലക്കുകളുടെ സ്നേഹം കിട്ടും. നമുക്ക് എത്ര നേട്ടമാണ് കിട്ടുന്നത് നമ്മൾ നിത്യേന ചെയ്യുന്ന ഒരു അമല് കൊണ്ട്. അപ്പം ഇനി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ല നിയ്യത്തോടു കൂടി കുളിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അള്ളാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.